അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അല്ലാഹു അല്ലാത്ത ഒരു പടപ്പിനോടും പ്രാർത്ഥിക്കാനോ സഹായം തേടാനോ ഇസ്തിഗാസ ചെയ്യാനോ പാടില്ല, അത് ശിർക്കാണ് എന്ന് പറയുമ്പോൾ ചിലരുടെ ന്യായമാണ്, മറുപടിയാണ്. എന്താണ് അവരുടെ മറുപടി? നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, അല്ലാഹു അല്ലാത്ത പടപ്പുകളോട് തേടാം, സഹായം തേടാം, ദുആ ചെയ്യാം, ഒരു കുഴപ്പവുമില്ല. ആർക്ക് എവിടെ നിന്ന് ഏത് ഭാഷയിൽ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, ഒരു പ്രശ്നവുമില്ല, ശിർക്കല്ല. എന്തുകൊണ്ട് ശിർക്കല്ല? അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ മതി. അതായത് ഞങ്ങൾ സഹായം തേടുന്ന ഔലിയാക്കളും അമ്പിയാക്കളും മൺമറമഞ്ഞു പോയ മഹാന്മാരും അതുപോലെ തന്നെ മറ്റ് ശക്തികളും വ്യക്തികളും ഒക്കെ അള്ളാഹുവിൻ്റെ കീഴിൽ അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. അതുപോലെ അവർക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല എന്ന് വിശ്വസിച്ചാൽ മതി, മറിച്ച് ഒക്കെ അള്ളാഹു കൊടുത്തതാണ് എന്ന് വിശ്വസിച്ചാൽ മതി എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ പിന്നെ ശിർക്കല്ല എന്നാണ്. സൂര്യനോട് സഹായം ചോദിക്കാത്തതിന് തീർന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ആരും ചോദിക്കാത്തത്. ഇനിയിപ്പോ ഒരു സൂര്യനോടാണ് സഹായം ചോദിച്ചു എന്നാ എന്താ സംഭവിക്കാം? സൂര്യനോടല്ല, എന്റെ മുമ്പിലുള്ള ഈ മൈക്കിനോട് ഞാൻ സഹായം ചോദിച്ചു, എന്താ സംഭവിക്കാം? മൈക്കിനോട് ഞാൻ ഇങ്ങനെ സഹായിക്കണേന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ പിരിവെടുത്തിട്ട് എന്നെ കുതിരോടത്ത് കൊണ്ടുപോകും, അതിന് സാധ്യതയുണ്ട്. പക്ഷെ ആള് മുശ്രിക്കാവൂല. മുശ്രിക്കാകണമെങ്കിൽ ഈ സാധനം ദൈവികമായ സ്വയം പര്യാപ്തതയുള്ള മഅബൂദായ ആരാധ്യനായ ഒരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു ശക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ മാത്രമേ ശിർക്ക് വരുള്ളൂ. ശരി, ഈ വാദം കിതാബുകളിലുണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും ആരെങ്കിലും ഇങ്ങനെ ഒരു വാദം മുമ്പ് ഉന്നയിച്ചിട്ടുണ്ടോ? കിതാബുകളെടുത്ത് പരിശോധിച്ചാൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എവിടെയാണുള്ളത്? ഹദീസിൻ്റെ കിതാബുകളിലുണ്ട് ഇതേ വാദം. പക്ഷേ ആ വാദം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ല, സഹാബത്തുമല്ല, മറിച്ച് ഈ വാദം പറഞ്ഞത് മക്കയിലെ മുശ്രിക്കുകളായിരുന്നു. ഹദീസിൻ്റെ കിതാബുകളിൽ അവർ പറയുമായിരുന്നു, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകിയിട്ടാണ് ഞങ്ങൾ ഹജ്ജിന് വന്നത്. അള്ളാഹുവെ, നിനക്കൊരു പങ്കാളിയുമില്ല, ചില പങ്കാളികൾ ഒഴികെ. ആ പങ്കാളികളുടെ അവസ്ഥ എന്താണ്? ഹുവ ലക, ആ പങ്കാളി നിന്റെ ഉടമസ്ഥതക്ക് കീഴിലാണ്. തംലികുഹു വമാ മലക്, അവർ ഉടമപ്പെടുത്തുന്നതൊക്കെ നീ കൊടുത്തതാണ്, നിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതായത് അവർക്കുള്ളതൊക്കെ നീ കൊടുത്ത കഴിവാണ് എന്നർത്ഥം. അവരുടെ പ്രത്യേകതകളൊക്കെ നീ കൊടുത്തതാണ്. ഇതാണ് മക്കയിലെ മുശ്രിക്കുകളുടെ വാദം. അപ്പോൾ അള്ളാഹു കൊടുത്തതിൽ നിന്ന് തേടിയാൽ ശിർക്കല്ല, അള്ളാഹു ആണ് എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ എന്ന് വിശ്വസിച്ചാൽ മതി, പിന്നെ ആരോട് എന്ത് തേടിയാലും പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ല എന്ന രീതിയിലുള്ള ഈ വാദം പറഞ്ഞത് മക്കയിലെ മുശ്രിക്കുകളാണ്. പിന്നെ വേറെ ഏതെങ്കിലും കിതാബിൽ ഈ വാദമുണ്ടോ? ഉണ്ട്. ഷിഈ നേതാവായ, ഷിയാക്കളുടെ നേതാവായ ഖുമൈനിയുടെ കിതാബിലാണ് പിന്നെ നമ്മൾ ഈ വാദം കാണുന്നത്. അദ്ദേഹം എഴുതി വെക്കുകയാണ്, അദ്ദേഹം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്ന അഹ്ലുസുന്നയുടെ ഉലമാക്കളോട് മറുപടിയായിട്ട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ പറയുന്നതൊക്കെ തെറ്റാണ്. ഞങ്ങൾ മരിച്ചുപോയ ഔലിയാക്കന്മാരോടും അർവാഹകളോടും ഒക്കെ തേടുന്നത്, സഹായം തേടുന്നത്, പ്രാർത്ഥിക്കുന്നത് അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവിൽ നിന്നാണ്, അല്ലാതെ അവരൊക്കെ റബ്ബാണ് എന്ന് വിശ്വസിച്ചിട്ടല്ല. അള്ളാഹ് അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന് വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ തേടുന്നത്. അങ്ങനെ കല്ലിനോട് തേടിയാലും കുഴപ്പമില്ല, മരത്തോട് തേടിയാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ മറ്റെന്ത് വസ്തുക്കളോട് തേടിയാലും അതൊന്നും ശിർക്കല്ല, നേരെമറിച്ച് അതൊക്കെ ചിലപ്പോൾ മണ്ടത്തരമായേക്കും എന്ന് നമ്മൾ ആ വാദം കാണുന്നത് എവിടെയാണ്? ഷീഈകളുടെ കിതാബായ, പിന്നെ ഷീഈകളുടെ ഇമാമായ ഖുമൈനിയുടെ കിതാബിൽ നിന്നാണ്. ഇനി ഈ വാദം അഹ്ലുസുന്നയുടെ ഏതെങ്കിലും കിതാബിലുണ്ടോ? ഏതെങ്കിലും പ്രാമാണികരായ പണ്ഡിതന്മാർ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടോ? എവിടെയും പറഞ്ഞിട്ടില്ല. അഹ്ലുസുന്നയുടെ ഒരു ഇമാമും പറയുകയില്ലല്ലോ, കാരണം ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിന് വിരുദ്ധമായ വാദമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അഹ്ലുസുന്ന അല്ല. അപ്പോൾ അഹ്ലുസുന്നയുടെ ഒരു ഇമാമും ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ലാത്ത മക്ക മുശ്രിക്കുകളും ഷീഈകളും പറഞ്ഞിട്ടുള്ള വളരെ പിഴച്ച വാദമാണിത്. അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ചോദിക്കുകയാണ്, എല്ലാം അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ് എന്ന് വിശ്വസിച്ചാൽ പിന്നെ ആരോട് തേടിയാലും പ്രാർത്ഥിച്ചാലും ആരോട് എവിടെ നിന്ന് ഏത് ഭാഷയിൽ എങ്ങനെ എന്ത് ചോദിച്ചാലും കുഴപ്പമില്ല, ശിർക്കല്ല എന്ന വാദം അത് ഇസ്ലാമിൻ്റേതല്ല, മുസ്ലിമീങ്ങളുടേതല്ല, മറിച്ച് ഷീഈകളുടെയും മക്ക മുശ്രിക്കുകളുടേതുമാണ്.
അള്ളാഹു ഇത്തരം വഴികേടുകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.